അതെ, കുറെ നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞത് അത് കേട്ട് ഞങ്ങൾ പാടൊക്കെ പോയേനെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ രേഷ്മ, അല്പം ക്ഷമിക്ക് നീ. ഒന്ന് പെട്ടെന്ന് പറയോ, പോയിട്ട് വരെ ജോലി ഉണ്ട്. എന്താണോ അത്ര വലിയ പണി? അവിടെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ട് ഫോണിൽ റീൽസ് കാണുന്ന പണിയല്ലേ? ഞങ്ങളുടെ ആത്മാർത്ഥതയുടെ ചോദ്യം ചെയ്തല്ലോ. നിങ്ങൾ ശമ്പളം എന്ന് പറഞ്ഞു തരുന്ന ഓരോ ചില്ലി പൈസക്ക് ഇവിടെ ചോറ് ഈരാക്കി പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്താ കഴിഞ്ഞ ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് പറയാം, നമ്മൾ കേൾക്കാം. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ആ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം വേണ്ട. നിങ്ങൾ പുതിയൊരു കമ്പനി തുടങ്ങുമ്പോഴും പൊട്ടിച്ച അടുത്ത കമ്പനി തുടങ്ങുമ്പോഴും ഞങ്ങളിങ്ങനെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നേ. ഞങ്ങൾക്ക് വേറെ ആരും പണി തരാനിട്ടൊന്നുമല്ല. അല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചതിച്ചിട്ട് പുറത്തു പോകുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇല്ലാത്തോട്ടോ. അതുകൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളെ പോലെ ആത്മാർത്ഥതയുള്ള പണിക്കാരെ കിട്ടിയത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പുണ്യമാണ് അല്ലേ? സംശയമുണ്ടോ? എങ്കിൽ ആ ആത്മാർത്ഥതയുള്ള പണിക്കാർക്ക് അതങ്ങ് കാണിച്ചു കൊടുക്കൂട്ടോ. കാണിച്ചു കൊടുക്കണം. മസ്റ്റാണ്. എന്ത് കാണിച്ചു കൊടുക്കുന്ന കാര്യമാണോ? അതായത് ഞങ്ങളിവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നിങ്ങളുടെ കുറെ വിഷ്വൽസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിരുന്ന കാര്യമായിരുന്നു. മനസ്സിലായില്ല? മാസ് ഡയലോഗ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നുപോയി. ഈ കമ്പനി മുഴുവൻ നമ്മൾ CCTV വെച്ചിട്ടുണ്ട്. അത് ഈ കയറി വരുന്ന കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് നമുക്ക് കാണാൻ കൂടെ വേണ്ടിയിട്ടാണ്. പണിക്കാരുടെ വിഷ്വൽസ് കണ്ടേ? അയ്യോ അയ്യോ, ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലേ, അപ്പൊ നീക്കൊന്ന് സീരിയസ് ആയിട്ട് എടുത്തോ. ഈ ജോമിക്കും ടോമിക്കും ഇപ്പൊ നമ്മുടെ തമാശ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അയ്യോ, എന്തിന് ഈ ലാപ്പൊക്കെ അടച്ചു വെച്ച് വിളിപ്പിച്ച കാര്യം എന്താന്ന് പറഞ്ഞു. ശരി ശരി, ഇരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇരിക്കൂ പ്ലീസ്, പറയട്ടെ. അതായത് നമ്മൾ ഈ മീഡിയ കമ്പനി തുടങ്ങി ഇത്രയും കാലമായിട്ട് വേറെ പണിയൊന്നുമില്ല, ഈച്ചി അടിച്ചിരുന്നിട്ട് കുറച്ച് കോണ്ടന്റുകളും അഡ്വർടൈസ്മെന്റുകളും ചെയ്യാമെന്ന ഭാഗമായി ഞങ്ങൾ തെണ്ടിത്തെറിഞ്ഞ് ഇപ്പോൾ നമുക്കൊരു ക്ലയന്റ് വന്ന് ചാടിയിട്ടുണ്ട്. ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പസാണ്. അവർക്ക് നമ്മളൊരു പുതിയ ഷോ പിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ നിങ്ങൾ തരണം. ഈ ഷോ എന്നൊക്കെ പറയുമ്പോ എന്ത് ടൈപ്പ് ഷോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിത് ഫ്ലോറിലുള്ള ഷോ ആണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഓട്ടോ അനുസരിച്ച് നമ്മളത് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ തരണം. കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ഷോ ചെയ്യാൻ പോകുന്നത്? ഇതാണ് അതിൻ്റെ ഫ്രഷ് ഐഡിയ. അത് പറഞ്ഞു തരാനല്ലേ നിങ്ങൾ വിളിച്ച് ഈ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞത്. ഓ, ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഷോ ഐഡിയ തരണം എന്നായിരുന്നോ പറഞ്ഞത്? അല്ല, നിങ്ങളിപ്പോ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അത് ഞങ്ങൾ ചട്ടിച്ചോറ് തിന്നണോ ബിരിയാണി തിന്നണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ചട്ടിച്ചോറ കഴിച്ചത്. ഇന്ന് ബിരിയാണി തിന്നാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം? അവിടെ ഇരുന്ന് ചിന്തിച്ചോ, ഞങ്ങൾ അപ്പുറത്ത് മാറി നിന്ന് ചിന്തിച്ചിട്ട് ഐഡിയ ആയിട്ട് വരാം. എന്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. രണ്ട് പോ. എന്ത് സാധനമാണ് ഇതൊക്കെ? ഈ വട്ട് കേസിനൊക്കെ ആരാണ് റെസ്യൂം ഇട്ടെടുത്തത്? ഇതൊക്കെ എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് അടിയോ? അതാണ് രാശി. ഷോയ്ക്ക് കണ്ടന്റ് കൊടുക്കണം. അത്യാവശ്യം എനിക്ക് വേറെ ഒന്നും പറയണ്ടേ, എങ്ങനെയെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചാൽ പറ്റും. നീ ടെൻഷൻ ആവണ്ട. ഇപ്പൊ ആദ്യം ഒരു ലൈൻ കുടിച്ചിട്ട് വരാം. നല്ല തല ബാ ബാ. എന്തേലും ഐഡിയ വന്നോ നിനക്ക്? ഐഡിയ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ എന്തേലും നമ്മൾ കണ്ടുപിടിക്കണം. കുക്കറി ഷോ ആയാലോ? നല്ല ഫ്രഷ് ഐഡിയ പോരാലേ? സെലിബ്രിറ്റി കുക്കറി ഷോ ആവാം. അപ്പൊ പിന്നെ വെറൈറ്റി ആയി. എൻ്റെ പൊന്നു മീനു, ഇപ്പം സകലമാന സാറ്റലൈറ്റ് ചാനലും ഓൺലൈൻ ചാനലും ഒക്കെ ഇതേ പരിപാടികൾ തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ സെലിബ്രിറ്റീസിനും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും ഉണ്ട്. അവർ ഈ പരിപാടികളൊക്കെ തന്നെയാണ് യൂട്യൂബ് ചാനൽ ചെയ്തിരുന്നത്. പുതിയൊരു ഷോ പിച്ച് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പോയി ഈ ഐഡിയ പറയും? അതും ശരിയോ? ഇതിൻ്റെ ഇടയിൽ എന്തുവാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത്? AC കൊള്ളാൻ വന്നത്, അപ്പുറത്തിരിക്കുമ്പോൾ AC കിട്ടുന്നില്ല.
ഫ്ലോറിനകത്തും ഓഫീസിന് പുറത്തും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഷോ വേണമെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവണേ. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വാ, എന്ത് വഴി കിട്ടാനാണ്? ഓ, ആലോചിക്കേ. കാപ്പി. അതിനത് കാപ്പിയല്ലല്ലോ. അപ്പൊ ചായ. ഇടയ്ക്കൂടെ കേട്ടോ, വെളച്ചിലെടുക്കരുത് കേട്ടോ. അല്ല എന്ത് പറ്റി, രണ്ടുപേരും വലിയ ഗൗരവത്തിലാണല്ലോ. ഒന്നും പറയണ്ട എൻ്റെ ലാസറേ. ഒന്നും പറയണ്ട. ഓ, അവിടെ നിൽക്ക് കേക്ക്. വൈകുന്നേരത്തിനുള്ളിൽ ടോമിയും ജോമിയും പുതിയ ഷോക്കുള്ള ഐഡിയ കൊടുക്കാൻ പറഞ്ഞു. എത്ര എന്തിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഷോയോ എന്ന് വെച്ചെന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ ഈ ചാനലിലൊക്കെ കാണുന്ന ടൈപ്പ് പരിപാടികളില്ലേ, അതാണ് സംഭവം. അങ്ങനെ ഒരു പുതിയ ഷോയ്ക്കുള്ള ഐഡിയ കൊടുക്കാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം ആരും കാണാത്ത ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കണം എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇതാണോ ഇത്ര വലിയ സംഭവം? നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ ലാസറിന്? എന്നത് വിചാരിക്കുന്ന അത്ര നിസ്സാരമല്ല. ഒരു പുതിയ ഷോ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നറിയോ? ബുദ്ധി വേണം, അറിവ് വേണം, ഇന്റലിജൻസ് വേണം, ക്ഷമ വേണം. എന്നെ പോലെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് പോലും കിട്ടുന്നില്ല. അത് ഇത് എളുപ്പം വിചാരിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഹലോ, ആ അതാ വരുന്നത്. ടോമിയാ താഴത്തേക്ക് വരാൻ പറഞ്ഞു. താഴ്ത്തിക്കല്ല. അല്ല ചായ കുടിക്കാം. വേണ്ട ലാസറേ, എമർജൻസിയാണ്. അല്ല അപ്പൊ എന്റെ ഐഡിയ. എടാ നീ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇനി ഒച്ചപ്പാടുണ്ടാക്കല്ലേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. നീ ഇപ്പൊ ഇതിന്റെ ജോലി നോക്ക്. ഇവിടെ പൊട്ട ഐഡിയ കൊണ്ട് വരും. ആ സമയം കൂടെ കളയാം. വേടാ, രണ്ടുപേർക്കൊരു സഹായം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അപ്പോ എന്ത് തോന്നുന്നു? ലൈമ് ഇടില്ലായിരുന്നു, പക്ഷെ പപ്സ് കുറച്ചുകൂടെ മതിയായിരുന്നു അല്ലേ? I also have the same opinion. ആക്ച്വലി എഗ് പെർഫെക്റ്റ്ലി കുക്കഡായിരുന്നു. മസാല കുഴപ്പമുണ്ടായിരുന്നില്ല. അതെ അതെ, നമ്മൾ ചില സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴേ ഈ മഞ്ഞപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു അതിപ്രസരം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ശരിയായിരുന്നു. ഞാനൊരു 5-ൽ 3.5 സ്റ്റാർസ് കൊടുക്കും. I'll give 4. നീ ഒരു വിശാല മനസ്ക തന്നെ. ഞാനിങ്ങനെ ഒരു നന്മ നീയൊക്കെ ബാക്കറിൽ മുങ്ങിയ പപ്സിന്റെ അല്ല ചോദിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പ്രോഗ്രാം പ്ലാനിന്റെ ഐഡിയ അഭിപ്രായമാണ് ചോദിച്ചത്. അതോ എന്തായിരുന്നു? അവിടെ പപ്സ് വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നില്ലേ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെന്തായി? ഞങ്ങൾ അവിടെ വേറെന്തോ ഡിസ്കഷനിലായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞു എന്താ ഏത് നിമിഷത്താണോ ഇതിനൊക്കെ ജോലിക്കെടുക്കാൻ തോന്നിയത്? ദൈവമേ, എത്ര ബുദ്ധിമുട്ടാണേലും അങ്ങ് പറഞ്ഞു വിട്ടോ ഞങ്ങളെ. എന്നാ ഈ നിമിഷം ഞാൻ പറയും, നീ രണ്ടിനെ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നു, ഇറങ്ങി പോ. അയ്യോ, അങ്ങനെ പറയുന്നത്. പിന്നെ എങ്ങനെ പറയണം? തത്ത പഠിപ്പിക്കും പോലെ ഓരോന്നിനെ പഠിപ്പിച്ചല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തോന്നു ചോദിച്ചാ പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതല്ലേ, അതെനിക്ക് ഓർമ്മയുണ്ട്. ആ കാര്യല്ലേ, അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ജോലി പോകുമെന്ന് പറഞ്ഞപ്പോ രണ്ടിനും പെട്ടെന്ന് ഓർമ്മ ഉണ്ടല്ലേ? അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കാ. സോറി, യു ക്യാരി ഓൺ. നമ്മൾ സത്യസന്ധമായി തുറന്നു പറയാം, ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞ ഐഡിയ 5 പൈസക്ക് കൊള്ളില്ല. അതെ അതെ അതെ, 5 പൈസക്ക് കൊള്ളൂലായിരുന്നു. നിങ്ങൾ പറഞ്ഞ പ്രയാണം കൊള്ളൂല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ എങ്ങനെ വരണം? പേക്കൂത്ത്, തെയ്യം കൂത്ത്, കസേരകളി, ഇതൊക്കെയാണ് മെഗാ ഷോക്ക് തരുന്നത്. നല്ല കിടിലം പ്ലാൻ തന്നെ അല്ലായിരുന്നോ? ഇതൊക്കെ ഇതുവരെ ആരെങ്കിലും ഇറക്കിയിട്ടുള്ള പ്ലാൻ ആണോ? പറ, ഇറക്കിയിട്ടുണ്ടോ? നമ്മളെ കുത്തുവാള എടുപ്പിച്ച് പിച്ച എടുപ്പിക്കുന്ന കച്ച കെട്ടി വന്നേക്കാണ് രണ്ടും കൂടെ. അത് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അടുത്ത പ്ലാൻ പറ. അടുത്ത പ്ലാൻ ഇല്ലാതുണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. രാത്രി കഞ്ഞി വേണോ ചപ്പാത്തി വേണോ ഞാൻ പിന്നെ പറയാം. നീ പോ. അതല്ല, നിങ്ങൾ പുതിയ പരിപാടിയുടെ പ്ലാനിലൊക്കെ പിന്നെ എങ്ങനെയാണ് എൻ്റെ ഒരു കിടിൽ ഐഡിയ ഉണ്ട്. എടാ റബ്ബർ വെട്ടി പാലെടുക്കുന്ന കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കണേ. ഈ കറക്കുന്നതോ ചാണകം കോരുന്നതായിട്ടുള്ള പ്ലാനും അല്ല. ലാസറ നാട്ടില് ഈ പണിയൊക്കെയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ മാത്രമല്ല, എന്റെ വീട്ടിൽ ഉപ്പൂട്ട് കർപ്പൂരം വരെ ഈ കാര്യത്തിന്റെ ഒരാൾ വാങ്ങി തരും. അപ്പൊ നിങ്ങളെ പോലെ മേലാണെങ്കിൽ പണിയെടുക്കാത്ത ആളല്ലേ ഈ ലാസർ അല്ലേ? ഇവിടെ ഒരു 100 കൂട്ടം വേറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ പോ. അല്ല, ഞാൻ പറയണ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് കൊള്ളത്തില്ലെങ്കിൽ വിട്ടേരെ. എന്നാ കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ പറയുന്നു കൊള്ളൂല കൊള്ളൂല കൊള്ളൂല. അതുകൊണ്ട് കൂടുതൽ അഭിപ്രായം പറയണ്ട. പോടാ. അതെങ്ങനെ ചെയ്യും? എനിക്ക് പറയാൻ കൂടി കേൾക്കട്ടെ. എടാ, നീ ഒരു നാട്ടിൻ പുറത്തുകാരനാണ്. നിന്റെ സെൻസിബിലിറ്റി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടെ നടത്തുന്നത് കോർപ്പറേറ്റ് ബിസിനസ് ആണ്. അപ്പോൾ അനാവശ്യ കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. അറിയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം.
മെട്രോ ട്രെയിൻ എന്നിട്ട് ഹായ് പാലത്തിൽ കൂടെ പോണ വിമാനം എന്ന് പറഞ്ഞവനാണ് നീ, അത് മറക്കരുത്. അത് പിന്നെ ഞാൻ ഇതിന് മുമ്പ് മെട്രോ ട്രെയിൻ കണ്ടിട്ടില്ലാത്തോണ്ടല്ലേ. അതുപോലെ പരിചയമില്ലാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത്. പറഞ്ഞത് മനസ്സിലായില്ല. പോ ഗെറ്റ് ഔട്ട്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകി. ഇല്ല വിട്ടോ വണ്ടി വിടും. ആ പാവത്തിന് പറയാനുള്ളതും കൂടെ കേൾക്കായിരുന്നു. അവന് പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കാൻ ഇപ്പൊ തൽക്കാലം സമയമില്ല. ഇന്ന് വൈകുന്നേരം നമുക്ക് ആ പ്രപ്പോസൽ കൊടുക്കാം. അതിനെന്താണോ വേണ്ടത് അത് പോയി ചെയ്യങ്ങ് പോയി. ഇവന്മാരുടെ ഫ്യൂഡലിസ്റ്റ് ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എനിക്കും നല്ല സംശയമുണ്ട്. മീനു, താമസിയാതെ നമ്മളിവിടെ ഒരു യൂണിയൻ പ്രവർത്തനം ആരംഭിക്കേണ്ടി വരും. ഉറപ്പായും പ്രവർത്തിക്കേണ്ടി വരും. ഇതൊക്കെ പഴയ കോൺസെപ്റ്റ് പോവും. അങ്ങനെ വേറെ വല്ലതും ചിന്തിക്കുകയും ഞാൻ എഴുതുന്നത് എൻ്റെ ബുക്ക് എൻ്റെ പെന എൻ്റെ ബുക്ക് എൻ്റെ പെന. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ നീലക്കുയിലിന് പിന്നെ മൈക്ക് വെച്ചിട്ട് എല്ലാവരും പോയി സെലിബ്രിറ്റി ഓക്കെ. എന്നാൽ പിന്നെ വേറൊരു ഐഡിയ ചെയ്യുന്നത് നമ്മൾ പബ്ലിക് ഡാൻസ് കളിക്കാൻ പോകും. അതൊന്നും ആരും കാണില്ല. ഹണി റോസിനെ പോലെ ആൾക്കാർ പിന്നെ കുഞ്ഞിപ്പിള്ളേർ ഡാൻസാണ് ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയ പറയട്ടെ. നമ്മൾ മറ്റേ നീ സമയം കളയല്ലോ. എനിക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് സമയമില്ല. പ്ലീസ് എടാ പോടാ. നീ പറയേ ആഴ്ചയിൽ സ്റ്റേജ് കെട്ടാൻ പറഞ്ഞു. നീ കിട്ടും നിനക്ക് എൻ്റെ ഇപ്പോൾ ഓക്കെ. നീ കേട്ടേ അവനെ വിട്ട്. അതായത് പുറത്ത് സ്റ്റേജ് കേട്ട് ഇവിടെ സ്റ്റേജ് അപ്പോൾ ഉള്ളിലും പരിപാടി നമുക്ക് പുറത്തും പരിപാടി നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. മറൈൻ ഡ്രൈവിലെ ലവേഴ്സിനൊക്കെ പിടിച്ചിട്ട് ലവേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കാം. അതൊക്കെ അത് നല്ല നമുക്ക് മറ്റേ ഒളിക്യാമറ വെച്ചിട്ട് നോക്കിയാൽ പോലീസ് കേസ് വരും. അതൊന്നും പറ്റില്ല. എടി നമുക്ക് മറ്റേ പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വാവും വാവും എന്ന് പറഞ്ഞിട്ട് ഇത് നീയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. അല്ല എന്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് കേൾക്കാൻ സൗകര്യമില്ല. അല്ല ഒരു ചാൻസ്. പോടെ. അല്ല ഞാൻ പറയട്ടെ പ്ലീസ്. പോടെ ഐഡിയ. എട്ടാമത്തെ അല്ല ഒരു ചാൻസ് ഞാൻ പറയട്ടെ. ഒന്നും പറയാൻ കേൾക്കാനില്ല. ഇറങ്ങടേ. നടക്കില്ല ഇത് നടപടിയാവുന്ന കേസല്ല. ഇങ്ങനെ ഒരു പ്രസന്റേഷനെ കൊണ്ട് ക്ലയന്റിന്റെ അടുത്ത് പോയാൽ നമ്മുടെ മനം കപ്പൽ കയറി നടക്കില്ല. നിങ്ങൾ തമ്മിൽ ഒരു ഐഡിയ പോലും വർക്ക് ആവൂല. ഞങ്ങളുടെ കഴിവിന്റെ മാക്സിമം നോക്കിയിട്ട് കിട്ടിയ ഐഡിയകൾ ഇതൊന്നും ശരിയാവില്ല എന്നാണെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഐഡിയ പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ ശമ്പളം വാങ്ങിക്കൊണ്ട് വർക്ക് ചെയ്യുന്നത്? ആ ശമ്പളം വാങ്ങിക്കുന്നതിനുള്ള പണി തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പിച്ച് ചെയ്ത ഐഡിയാസ് ഒന്നും നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വിട്ടിട്ട് കയറേണ്ട കാര്യമുണ്ടോ? മമ്മൂട്ടി മോഹൻലാൽ കസേര വിട്ടി കളിക്കുന്ന ഷോ ഐഡിയ ഞാൻ സാറ്റിസ്ഫൈ ആവണമായിരിക്കും. എങ്ങനെയെങ്കിലും ഈ സ്ഥാപനം വൈദ്യപ്പഴപ്പിന് വേണ്ടി കുറച്ചു കാലം കൂടെ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നശിപ്പിക്കരുത് പ്ലീസ്. പപ്പ വിളിക്കും. കാര്യം എന്താണെന്ന് അറിയാനാണ്. പപ്പയുടെ കെയർ ഓഫിൽ വന്ന വർക്കാണ്. ഇതുവരെ ഒരു ഐഡിയ ആയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നേരത്തെ കാര്യം പറ, ഇല്ലെങ്കിൽ എന്റെ പപ്പ എന്നെ വിളിക്കും. ഹലോ. ഇല്ല പപ്പ. മക്കളെ നമുക്ക് വർക്ക് കിട്ടിയതാ. അതെങ്ങനെ സംഭവിച്ചു? പപ്പയെ ലാസറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പ ലാസറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ അവൻ പപ്പയുടെ അടുത്തൊരു ഐഡിയ പറഞ്ഞു. അതും നമ്മൾ അവര് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിട്ട് പപ്പ നേരെ പ്രൊഡക്ഷൻ ഹൗസിൽ വിളിച്ചിട്ട് പപ്പയുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞു. അവർക്ക് ആ ഐഡിയ വർക്കായി. ഇപ്പൊ അവര് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് എഗ്രിമെന്റ് റെഡിയാക്കി വെക്കാൻ.
പറ്റൂടി ഇത്? അവൻ എത്ര നമ്മുടെ പിന്നാലെ വന്നത് പറയാൻ വേണ്ടി. വേറെ എന്തെങ്കിലും വേണ്ടി പറഞ്ഞാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. അല്ല സാറേ, നീ ജോബിയുടെ പപ്പയുടെ അടുത്ത് എന്താണ് പറഞ്ഞേ? അതൊരു കോമഡി പ്രോഗ്രാമിന്റെ കാര്യമാണ്. മണ്ടന്മാരെ 2 മുതലാളിമാർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന വേലക്കാരൻ. കേടിക്കണി നിനക്കൊക്കെ 2 ജ്യൂസില്ല പോ. ഓടിക്കോ. എനിക്ക്